ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറഞ്ഞ നാട്ടിലെ ഒരു മനോഹരമായിട്ടുള്ള കാടാണ് കാണിക്കുന്നത്. ഒരുപാട് മൃഗങ്ങൾ അലഞ്ഞു നടക്കുന്ന ഈ ഒരു കാട്ടിലേക്ക് പല ട്രക്കുകളിലായിട്ട് കുറച്ച് മനുഷ്യന്മാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇവര് വണ്ടിയിൽ നിന്നും ആ ഒരു സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന മലകളും കാടുകളും താണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ആകാശത്ത് കൂടെ പറന്നു നടക്കുന്ന ഒരു സാറ്റലൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സാറ്റലൈറ്റ് വഴി കോങ്കോ കാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ആളുകള് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന അവരുടെ ആ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി സയന്റിസ്റ്റ് അവളിപ്പോ ആ ഒരു മെസ്സേജ് കണ്ടതും ഓടി കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിൻ. കോങ്കോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഇവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷന് വേണ്ടിയിട്ടാണ് കോങ്കോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ക്രീനിലേക്ക് അവരുടെ വീഡിയോ കോള് കണക്ട് ആവുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ആ ഒരു വിഷ്വൽസിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നതാണ്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ അടുത്തായിട്ട് ഒരു അഗ്നിപർവ്വതമുണ്ട്. അത് കാരണമാണ് ഇവിടെ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാവുന്നത്. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവരിപ്പോ പറയാണ്. അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വൈരങ്ങള് ഇപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് സാധാരണ വൈരങ്ങളല്ലായിരുന്നു. ഒരുപാട് മാർക്കറ്റ് വാല്യുള്ള നൂറ്റാണ്ട് കണക്കിന് പഴക്കമുണ്ടായിരുന്ന വൈരങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. അവനിപ്പോ അതിൽ നിന്നും ഒരു വൈരം എടുത്തിട്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മിഷനിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിക്ക് നേരെ അവൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാണ്. ഇവൻ ഷൂട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ ഈ ഒരു വൈരത്തിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ലേസർ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ചെടീനെ മുഴുവനായിട്ട് അത് കരിച്ചു കളയാണ്. അതായത് ലോകത്തിൽ വെച്ചിട്ട് ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ലേസർ ആയിട്ടുള്ള ഒരു വെപ്പണാണ് ഇവരിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഒരു വൈരം ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിൽ നിന്നായിരുന്നു. ആ ഒരു പുഴയെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വൈരങ്ങൾ കണ്ടുപിടിക്കാന്ന് അവനിപ്പോ പറയാണ്. അതിനു വേണ്ടിയിട്ട് അവൻ അവന്റെ ഒരു ആളെയും അവിടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അവൻ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും. അവൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഹാപ്പി ന്യൂസ് ആയിട്ട് ഞാൻ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ അവൻ കട്ടാക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു കോൾ കട്ടായ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ പേര് ചാൾസ് എന്നാണ്. ചാൾസിന്റെ ഒരാള് ഓപ്പോസിറ്റ് നിന്ന് ഓടി വരുന്നുണ്ട്. ഇപ്പൊ സാർ ഞാൻ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾ ഓടി വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇവൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു പുഴയിലേക്കായിരുന്നു. ഈ ഒരു പുഴയുടെ അടുത്തെത്തിയ അതേ സമയത്ത് തന്നെ ചാൾസിനെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അയാള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. പുറകെ ഇപ്പോ ചാൾസും ചാടുന്നുണ്ട്. ഇവർ ഈ ഒരു പുഴയുടെ അടി കൂടെ നീന്തി കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോവാണ്. അവസാനമായിട്ട് ഒരു സ്ഥലത്ത് ഇവർ വന്ന് ചേരുന്നുണ്ട്. അവിടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പഴയ കൊട്ടാരം ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് ഒരു എൻട്രൻസ് എന്നുള്ള രീതിയിൽ ചെറിയൊരു വഴി ഉണ്ടായിരുന്നു അവിടെ. ഈ ഒരു വഴി കണ്ടപ്പോ തന്നെ ചാൾസിന്റെ ആള് നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവൻ പോയിട്ട് ഒരുപാട് നേരമായിട്ടുണ്ടെങ്കിലും അവരിപ്പോ തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും ചാൾസിനെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. ഇവൻ എന്ത് ഇത്രയും ലേറ്റ് ആവുന്നതെന്ന് വിചാരിച്ചിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ഒക്കെ ചാൾസ് ഇപ്പൊ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോ ഇവൻ പോയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തോ ഒരു സാധനം ഇപ്പൊ പുറത്തേക്ക് തെറിച്ചു വന്ന് വീണിട്ടുണ്ട്. വല്ല കല്ലോ മറ്റോ ആയിരിക്കും വിചാരിച്ചിട്ട് അവൻ അത് എടുത്ത് നോക്കുന്നുണ്ട്. എന്നാൽ എടുത്തു നോക്കിയ സമയത്താണ് അവൻ ഞെട്ടി പോകുന്നത്. അത് ഒരു കണ്ണായിരുന്നു. ഇത് കണ്ടിട്ട് ചാൾസ് അവിടെ കിടന്ന് അലറി പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവന്റെ തൊട്ടു ബാക്കിൽ